എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ JEE മെയിൻ സെഷൻ 2 രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാർച്ച് 9 വരെയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. എക്സാമിനേഷൻ ഏകദേശം ഏപ്രിൽ മാസത്തോടെയാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് JEE മെയിൻ്റെ സെഷൻ 2 രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു JEE മെയിൻ എക്സാമിനേഷൻ എഴുതുന്നത് നിങ്ങൾക്ക് IIT, അതുപോലെ NIT, അതുപോലെ IIIT എന്നിവിടങ്ങളിലേക്കുള്ള BTech കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലുള്ളത്. അതുപോലെ തന്നെ IIT മദ്രാസ് ഇതുപോലുള്ളവയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു JEE മെയിൻ വഴി നിങ്ങൾക്ക് അതായത് നല്ലൊരു റാങ്കിൽ ഉൾപ്പെടുകയാണെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 2,50,000 വിദ്യാർത്ഥികൾക്ക് JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു JEE അഡ്വാൻസ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജുകളിലൊക്കെ അതായത് അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു JEE മെയിൻ സെഷൻ 1 അല്ലെങ്കിൽ 2 രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. സെഷൻ 1 രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും സെഷൻ 2 രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ സെഷൻ 2 ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ഒരു എക്സാമിനേഷൻ എഴുതാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെഷൻ 2 അതായത് എഴുതാതിരുന്നവർക്കും എഴുതിയിട്ടുള്ളവർക്കും ഈ ഒരു സെഷൻ 2 രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി നിങ്ങൾ ആ ഒരു സെഷൻ 1 നൽകിയിട്ടുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആകെ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പേപ്പർ, അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി, അതായത് നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു കോഡ്, അതുപോലെ തന്നെ ഈ ഒരു സെഷൻ 2 ആ ഒരു ഏത് സിറ്റിയാണോ വേണ്ടത് ആ ഒരു സിറ്റീസിലാണ് നിങ്ങൾ എക്സാം ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റീസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ അതിനുശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഇത്രയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുക എന്നിങ്ങനെയുള്ള സ്റ്റെപ്സാണുള്ളത്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതേസമയം ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സൊക്കെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഒക്കെ മാത്രമേ സാധിക്കുള്ളൂ. കാരണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. എത്ര രൂപയാണ് ഫീസ് വരുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഓരോ കോഴ്സിനും എത്ര രൂപ വീതമാണ് ഫീസ് വരിക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് BE, BTech അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ 2 ആയിട്ടുള്ള BArch, അതുപോലെ തന്നെ അല്ലെങ്കിൽ B പ്ലാനിങ്, അതുപോലെ തന്നെ ഇവിടെ എക്സ്ട്രാ അതായത് ഒരു കോഴ്സിന് മാത്രമല്ല കൂടുതൽ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ആ ഒരു രീതിയിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീസ് അടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മുഴുവൻ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ ഏകദേശം മെയിൽ കാൻഡിഡേറ്റ്സിന് ഏകദേശം 2,000 രൂപയാണ് ഫീസ് വരിക. അതേസമയം അതായത് ഇന്ത്യക്ക് ഔട്ട്സൈഡിലുള്ളവർക്ക് 10,000-ഓളം രൂപയാണ് വരിക. അതായത് ഔട്ട്സൈഡ് സെൻറ്റേഴ്സ് ഉണ്ടാകും. ആ ഒരു രീതിയിലൊക്കെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം, അതുപോലെ പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി നിങ്ങളുടെ മുഖം 80% ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ളതായിരിക്കണം ഫോട്ടോ.
അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എത്ര വേണം, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ സൈസ്, അതുപോലെ നിങ്ങളുടെ മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റിൻ്റെ ആ ഒരു സൈസ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇതുവഴി NIT അതുപോലെ തന്നെ IITകളിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു JEE മെയിൻ എക്സാമിനേഷന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വഴി ഏതൊക്കെയാണ് സിലബസ് വരിക എന്നുള്ളത് ഡീറ്റെയിൽസൊക്കെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ച് മനസ്സിലാക്കി അതിലെ സിലബസൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാർച്ച് 9 വരെയാണ് ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെഷനിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യുക. കാരണം ഒരു വർഷത്തിൽ 2 സെഷൻസാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ചില വർഷങ്ങളിൽ 3 സെഷൻസ് ആയിട്ട് എക്സാമിനേഷൻ നടത്താറുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻസിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച സ്കോറാണ് നിങ്ങളുടെ സ്കോറായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.